ഹായ്, ഇതിപ്പം 23-ാം തീയതി ശനിയാഴ്ച അറ്റ് നയാഗ്ര ഫോൾ. 2 ദിവസം എങ്ങനെ നയാഗ്രയിൽ സ്പെൻഡ് ചെയ്യാം. പ്ലാൻ എ ഇന്നത്തെ നയാഗ്ര ഫോൾസ് കാണണം. ഇപ്പം നല്ല തണുപ്പാണ്. ഫോൾസ് കാണണം. ഫോൾസ് ഞാൻ വിൻ്റർ ടൈമിൽ വന്ന് കണ്ടിട്ടില്ല. ഓൾമോസ്റ്റ് സ്പ്രിങ്ങായി. പിന്നെ സെക്കൻഡ് ഉള്ളത് ഇവിടെ അടുത്ത് ഒരു സ്പ്രിങ് ഇൻസൈഡ് ഗാർഡൻ ഉണ്ട്. ഒരു ഗാർഡൻ ഉണ്ട്. ഇൻസൈഡ് അല്ല എന്ന് പറയാം, ഇൻഡോർ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതും പോയി കാണാം. ഇത് രണ്ടാണ് ഇന്നത്തെ പ്ലാൻ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഡേ. കാനഡയിൽ ആദ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ ആർക്കുമുള്ള ആദ്യത്തെ ആഗ്രഹമാണ് നയാഗ്ര ഫോൾസ് കാണണമെന്ന്. ഞാൻ ആദ്യം വന്നപ്പോൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് നയാഗ്ര ഫോൾസ് കാണാം. എൻ്റെ ഫ്രണ്ടിലുണ്ട്. നമുക്ക് എന്തുമാത്രം വെള്ളമാണ് വരുന്നത്. പണി നന്നായിട്ട് പാളി. നല്ല തണുപ്പാണ്. കൂടാതെ ഭയങ്കര ക്രൗഡോട്. ഈ മനുഷ്യന്മാരെങ്ങനെയാണ് അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നത്. ഏതായാലും ഞാൻ അതിൻ്റെ അടുത്തുള്ള ഒരു ബിൽഡിങ്ങിൽ കയറി നിൽക്കുകയാണ്. ഇനിയിപ്പം നാളെ രാവിലെ കുറച്ച് നേരത്തെ വരാം. അതാകുമ്പോഴത്തേക്ക് കുറച്ച് കറങ്ങി നടന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. 2 ദിവസം ഉണ്ടല്ലോ. അപ്പോൾ നാളെ വരാൻ വേണ്ടി തീരുമാനിച്ച് ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇവിടെ 5 ഡിഗ്രിയാണ്. പക്ഷെ ലേക്കിനടുത്തോട്ട് പോകുമ്പം 5 ഡിഗ്രി ആണെങ്കിലും നല്ല തണുപ്പ് ഫീൽ ചെയ്യും. ലേക്ക് നാളെ പോകാൻ തീരുമാനിച്ചതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ഫ്ലോറൽ ഷോ ഇൻഡോർ ഫ്ലോറൽ ഷോയുടെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്ന് കയറി നടന്നു കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം, നിറയെ ഒരു പാർക്ക് പോലെ നടക്കാം. ഞാൻ സാധനം കണ്ടു, കുഞ്ഞു വീടുകൾ. എനിക്കൊന്ന് ഇതിൻ്റെ അകത്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ വീട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, വലിയിട്ട് വെച്ചിരിക്കുക. അകത്തോട് കയറണം. ഇത് സ്പ്രിങ് സീസണിൽ ഓപ്പൺ ആവും. വിൻ്ററിൽ ഓപ്പൺ അല്ല, സ്പ്രിങ്ങിലാണ് ഓപ്പൺ ആവുന്നത്. ഇപ്പോൾ ഒഫീഷ്യലി സ്പ്രിങ് ആയതുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ ആണത്. $7 ഫീ. ഇതിനകത്ത് ഫ്ലവർ ഷോ വീക്ക്ലി ട്വൈസ് ആണ്. സാറ്റർഡേ സൺഡേ മാത്രമാണ് അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. $7. അഡൾട്ട്സിന് $7, കിഡ്സിന് $5 സംതിങ്ങേ ഉള്ളൂ. ഒരു 1-2 hours അതിൽ സ്പെൻഡ് ചെയ്യാം. നയാഗ്ര ഫോൾസിൻ്റെ അടുത്ത് വരുന്ന ഒരു തണുപ്പ് അധികം ഇഷ്ടമല്ല, വേറെ എന്തെങ്കിലും ചെയ്യണം, ആക്ടിവിറ്റി ഒന്നും വേണമെന്നുള്ളവർക്ക് ഇവിടെ വരാം. തൊട്ടടുത്ത് ആ പാർക്കിംഗ് ലോട്ടിൽ നിന്ന് നേരെ നടക്കാവുന്നേ ഉള്ളൂ. ലെറ്റ്സ് കാണിച്ചു തരാം. ആ കാണുന്ന ബിൽഡിംഗ് ആണ്, കണ്ടില്ലേ? സൺറൂം പോലെ കെട്ടിയിട്ടിരിക്കുകയാണത്. അതിൻ്റെ എൻട്രൻസ് ഇനി എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. നോക്കട്ടെ, ഞാൻ എന്താ കണ്ടത് നിങ്ങൾ വിശ്വസിക്കത്തില്ല. പഴക്കൊല. വെളിയിൽ ഇത്ര വിൻഡ്, അകത്തൊരു പഴക്കൊല നിൽക്കുന്നു. ബാക്കിൽ നിൽക്കുന്നത് അതൊരു വലിയ വീടല്ല, ചെറിയ ഡെമോ ആണ് ഒരു വലിയ വീടിൻ്റെ. സോ ക്യൂട്ട്. നമുക്ക് സത്യം തന്നെയുണ്ട് കാണാൻ. പക്ഷെ വളരെ ടൈനിയാണ്, ഭയങ്കര കുഞ്ഞൊരു ബട്ട് വലിയൊരു മാൻഷൻ. സോ ഫ്ലവർ ഹൗസിൻ്റെ വെളിയിൽ ഇങ്ങനത്തെ ടൈനി ഹൗസസിൻ്റെ ഒരുപാടുണ്ട്. ഒരു 100ഓളം ടൈനി ഹൗസസ് ഉണ്ട്. കണ്ണിനൊരു നല്ലൊരു കുളിർമയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്, അതിൻ്റെ എല്ലാം ടൈനി മോഡൽസ് ആണ്. ഇതൊന്നും ആക്ച്വൽ ഹൗസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. നാട്ടിൽ കണ്ട ഒരുപാട് എന്ന് വെച്ചാൽ കേരളത്തിൽ വളരുന്ന നിറയെ ഫ്ലവേഴ്സ് ഞാൻ ഇവിടെ കണ്ടു. അത് കാണാം നമുക്ക്. നാട്ടിലെ കടലാസ് പൂ.
നമ്മുടെ നാട്ടിലെ കടലാസ് അതിന് എൻ്റെ നാട്ടിൽ കടലാസ് പൂ എന്നാണ് പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിനെ പറയാറെന്ന് എനിക്കറിയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ കടലാസ് പൂ, കടലാസ് എന്ന് പറഞ്ഞാൽ പേപ്പറാണ് അല്ലേ? കടലാസ് എന്ന് പറഞ്ഞാൽ പേപ്പറാണ്. കടലാസ് പൂ എന്നാണ് അതിനെ പറയുന്നത്. പണ്ടത്തെ ഓർമ്മ കേട്ടോ, കുറേ നാളത്തെ മുമ്പത്തെ ഓർമ്മയാണ്. പെട്ടെന്ന് എന്താ സ്ട്രൈക്ക് ചെയ്തു. ഈ പൂവ് കടലാസ് പൂ എന്നാണ് പറയാറ്. വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. എനിക്ക് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതിന് കടലാസ് പൂ എന്നല്ല, അതെ വേറെ എന്തെങ്കിലും പറയൂ എന്നൊന്ന് അറിയിക്കണേ. കമൻസിൽ പറഞ്ഞാൽ മതി. ഞാൻ പൂ ഒന്നുകൂടി കാണിച്ചു തരാം. ഇതിനെ കടലാസ് പൂ എന്നാണ് പറയാറ്. നമ്മുടെ കനകാംബരം കാനഡയിൽ ഇവിടെ ഈ തണുപ്പത്ത് ഈ റൂമിൻ്റെ അകത്ത് കയറിയപ്പോൾ ഭയങ്കര മണം, എന്തോ ഒരു പരിചയമുള്ളൊരു മണം പോലെ. എന്താ നോക്ക്, ഞാൻ കണ്ടുപിടിച്ചേ. നമ്മുടെ കല്യാൺ സൗഗന്ധികവും അങ്ങനെയൊക്കെ നാട്ടിൽ പറയത്തില്ലേ, ആ പൂവ്. ഞങ്ങളുടെ നാട്ടിലെന്താ പറയാറ്, കോഴിവാളനോ എനിക്ക് ഓർമ്മയില്ല. ഇതിനെന്താ നമ്മുടെ നാട്ടിൽ പറയാറ്, മനസ്സിലായേ? ചെമ്പരത്തി. ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വെളിയിൽ നല്ല തണുപ്പാണ്. ഇപ്പം 5 ഡിഗ്രിയാണ് ഔട്ട്സൈഡ്. പക്ഷേ ഇൻസൈഡ് നല്ല ചൂട്. നമ്മൾ നാട്ടിലേക്കുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ, ജാക്കറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് നല്ല ചൂടെടുക്കുന്നുണ്ട്. ആ ഒരു ക്ലൈമറ്റിൽ വളരുന്ന എല്ലാതരം ചെടികളും ഇവിടെ ഉണ്ട്. ഇതേ മുള്ള് ചെടിയൊക്കെ, നിറയെ മുള്ള് ചെടിയൊക്കെ ഇരിപ്പുണ്ട് ഇവിടെ. വലിയൊരു മുള്ള് ചെടിയുണ്ട് ഇവിടെ, കണ്ടോ, വലിയ ഒരെണ്ണം. നിറയെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരുപാട് ഇതുണ്ട്. അതാണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ വളരുന്ന പല ചെടികളും ഇവിടെയുണ്ട്. ഈ ചെടികളൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണ്. നോക്ക്, ഇത് നമ്മുടെ നാട്ടിലുള്ള ചെടികളാണ്. പൈതച്ചക്ക. നയാഗ്ര ഫോൾസിൽ വരുന്നവർക്ക് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഇതിടുക. പ്രത്യേകിച്ച് വിൻ്റർ ടൈമിലാകുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രത്യേകതരം എക്സ്പീരിയൻസ് ആണ് കുറച്ച് പച്ചപ്പൊക്കെ കാണുക എന്നുള്ളത്. ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ നാളിന് ശേഷം ഈ തണുപ്പും ഐസും മഞ്ഞും ഒക്കെ കണ്ട് ഇരുന്ന ആ ഒരു മരവിച്ച മനസ്സിലേക്ക് കുറച്ച് പച്ചപ്പ് വന്ന കണക്കൊക്കെ ഉണ്ടായിരുന്നു. കുറേ നല്ല എൻജോയ് ചെയ്തു. പൂക്കൾ, പിന്നെ കുറേ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പൂക്കൾ ഒരു പഴമ കൊണ്ടുതരുന്ന രീതിയിൽ, എങ്ങനെയൊക്കെ പറയും ഞാൻ, അതെങ്ങനെ പറയാം, ഒരു പ്രത്യേകതരം ഒരു ഫീല്, നമ്മുടെ നാട്ടിൻപുറം ഫീല്, അതാ പറയാം, ഒരു നാട്ടിൻപുറം ഫീല് കൊണ്ടുതരുന്ന ഒരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇഷ്ടമായി. ആർക്കെങ്കിലും വരണമെങ്കിൽ ഒന്ന് കാണാം. സ്പ്രിംഗ് സീസണിൽ മാത്രമല്ല, സോറി, ഞാൻ ആദ്യം പറഞ്ഞത് തെറ്റാണ്. ഞാൻ അന്വേഷിച്ചോടെ സ്പ്രിംഗ് സീസണിൽ മാത്രമല്ല എല്ലാ സീസണിലും അവൈലബിൾ ആണ്, ഓപ്പൺ ആണ്. എല്ലാ സീസണിലും ഇത് ഓപ്പൺ ആണ്. ബട്ട് എസ്പെഷ്യലി ഇവർ കൂടുതലും ആൾക്കാരെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വിൻ്റർ സ്പ്രിംഗ് സീസണിലാണ് ഒരുപാട് വിസിറ്റേഴ്സിനെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി കറങ്ങാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ 2 മണിയായി. ഞാൻ 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് പോയെടുത്ത് 2 മണിക്കൂർ ആ ഫ്ലവർ ഷോ കണ്ട് അവിടെ നിന്നുപോയി. സോ ഇനിയിപ്പോൾ ചെയ്യാൻ എനിക്ക് പറ്റുന്നത് വണ്ടി എടുക്കുക, നേരെ റൂമിൽ പോവുക, ഫ്രഷ് ആകുക. 5 മണിക്ക് അച്ചാച്ചൻ്റെ പ്രോഗ്രാം കഴിയും, അച്ചാച്ചനെ പിക്ക് ചെയ്യുക.